ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച വിധി തെറ്റാണെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. കേന്ദ്രം വാദം എഴുതി സമർപ്പിക്കുകയാണ് ഉണ്ടായത്. സുപ്രീം കോടതിയിൽ ശബരിമലയിലെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് പറയുന്നു. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരമാണ്. യുവതീ പ്രവേശനം അനുവദിച്ചാൽ ആരാധനാ സ്വഭാവം മാറും. വിശ്വാസ വിഷയങ്ങളിൽ കോടതികൾ ഇടപെടരുത്. 246 പേജുള്ള വാദമാണ് കേന്ദ്രത്തിനായി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സമർപ്പിച്ചത്. ധനസുമോദ് വിശദാംശങ്ങൾ നൽകും. സുമോദ്, ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കേന്ദ്രം നിലപാട് വ്യക്തമാക്കുകയാണ്. തുഷാർ മേത്ത ഉന്നയിച്ച വാദങ്ങളെ എങ്ങനെ കാണാം? അതിൽ പ്രധാനപ്പെട്ട നിലപാട് എന്താണ്? സൈഫു ജിൽസി നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്ന വാദങ്ങളുടെ മറ്റൊരു രൂപം തന്നെ, അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതായത് ശബരിമല എന്ന് പറയുന്നത് വർഷങ്ങളായി ആചാരം നിലനിൽക്കുന്ന ഒരു സ്ഥലത്തെ ഈ ആചാരം ലംഘിക്കാൻ പാടില്ലാത്തതാണ്. യുവതി പ്രവേശനം ശബരിമലയിൽ നൂറ്റാണ്ടുകളായി തന്നെ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ആ തരത്തിലേക്ക് ആചാര ലംഘനത്തിലേക്ക് പോകരുത് എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, പഞ്ചാബിലെ ഒരു സംഘടന ശബരിമലയെ കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്തവരാണ് ഇക്കാര്യത്തിൽ ഒരു വാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യം ഒരു കാരണവശാലും അംഗീകരിക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാർ കൃത്യമായി ശബരിമല കേസിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇന്ന് നിർണായകമായ വാദം നടക്കുകയാണ്. ഈ നിർണായകമായ വാദം നടക്കുമ്പോൾ ആദ്യത്തെ 3 ദിവസം, ഇന്നു മുതൽ ഇന്നത്തേക്ക് 3 ദിവസം ശബരിമല വിധിയെ എതിർക്കുന്നവരുടെ ഒരു വാദമാണ് നടക്കുന്നത്. അനുകൂലിക്കുന്നവരുടെ വാദം 14, 15, 16 തീയതികളിലാണ് നടക്കുന്നത്. ഇതിനുശേഷമുള്ള ഒരു റിജോയിൻഡർ എന്ന് 21, 22 തീയതികളിലായിരിക്കും നടക്കുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാർ ഇതുവരെ സ്വീകരിച്ചിരുന്ന നിലപാട്, അതായത് പിണറായി സർക്കാരായാലും VS അച്യുതാനന്ദ സർക്കാരായാലും ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാട് യുവതി പ്രവേശനത്തിന് അനുകൂലമായ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷേ ആ നിലപാടിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റം വന്നിരിക്കുകയാണ്. മാത്രമല്ല, ഈ വിധിയെ എതിർക്കുന്നവരുടെ, ഈ പുനഃപരിശോധിക്കണം എന്ന് ചൂണ്ടിക്കാട്ടുന്നവരുടെ ഒപ്പം തന്നെ നിന്ന് ആ പക്ഷത്ത് നിന്ന് വാദിക്കാനുള്ള അനുമതി നൽകണം എന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ഒരു കത്തും നൽകിയിരിക്കുന്നത്. അപ്പോൾ ശബരിമല യുവതീ പ്രവേശനം വീണ്ടും കോടതിയിലെത്തുമ്പോൾ ഇപ്പോൾ ഏറെക്കുറെ എല്ലാ സർക്കാരുകളും ആചാരത്തിനൊപ്പമാണ്. അത് സംസ്ഥാനമാണെങ്കിലും കേന്ദ്രമാണെങ്കിലും ആ യുവതീ പ്രവേശനം നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു വിധി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സത്യവാങ്മൂലം അടക്കം നൽകുമ്പോൾ ഇനി ആരും അതിനെ എതിർക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ സാഹചര്യം.